ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അങ്ങനെ 400 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ 400 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏകദേശം 10 മാർക്ക് നമുക്ക് ഉറപ്പിക്കണം. ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്കും LDC മെയിൻസിന് തയ്യാറെടുക്കുന്നവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒത്തിരി മലയാളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ മലയാളം മോക്ക് ടെസ്റ്റ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് നമ്മുടെ PSC ബേസിക്സ് എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വ്യാഴദശ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? വ്യാഴദശ, ശനിദശ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരുന്നത് എന്താണ്? വ്യാഴദശയാണ്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭാഗ്യകാലമാണ്. ഭാഗ്യമുണ്ടാകുന്ന കാലത്തിനെയാണ് വ്യാഴദശ എന്ന ശൈലിയുടെ അർത്ഥം. അവന് നല്ല വ്യാഴദശയാണ്. ശുക്രദശ എന്ന് നമ്മൾ പറയും പോലെ തന്നെയാണ് വ്യാഴദശോ. അപ്പൊ വ്യാഴദശ എന്നാല് ഭാഗ്യകാലം എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ: ലംഘിക്കാനാവാത്ത അഭിപ്രായം എന്നർത്ഥമുള്ളത്. ലംഘിക്കാനാവാത്ത അഭിപ്രായം ഏതാണ്? ലംഘിക്കാനാവാത്ത അഭിപ്രായം ആൻസർ ഓപ്ഷൻ ബി ആണ്. വേദത്തിൽ പറയുന്ന അഭിപ്രായങ്ങളൊന്നും നമുക്ക് ലംഘിക്കാനാവില്ല. സോ ഓപ്ഷൻ ബി വേദവാക്യമാണ്. വേദവാക്യമാണ് ലംഘിക്കാനാവാത്ത അഭിപ്രായം. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലംഘിക്കാനാകാത്ത ആജ്ഞ ഏതാണ്? ലംഘിക്കാനാകാത്ത ആജ്ഞയെ പറയുന്നത് സുഗ്രീവാജ്ഞ എന്നാണ്. അടുത്തത്: സ്ത്രീലിംഗ പദം ഏത്? തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം ഏതാണ് സ്ത്രീലിംഗ പദം? ആൻസർ ഓപ്ഷൻ സി ആണ്. പാപിനിയാണ്. പാപിനിയാണ് തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദം. അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അച്ഛനെ എന്ത് വിളിക്കും? ആൻസർ മാതാമഹനാണ്. മാതാമഹനാണ് അമ്മയുടെ അച്ഛൻ. കബന്ധം എന്ന വാക്കിനർത്ഥം എന്ത്? കബന്ധം എന്ന വാക്കിനർത്ഥം എന്താണ്? തല വേർപെട്ട ഉടലിനെയാണ് കബന്ധം എന്ന് വിളിക്കുന്നത്. കബന്ധം എന്താണ്? തല വേർപെട്ട ഉടലാണ്. അധര വ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം. അധര വ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നമ്മൾ വെറുതെ നമ്മുടെ ചുണ്ട്, അധരം എന്ന് പറയുമ്പോൾ എന്താണ്? ചുണ്ടാണ്. ചുണ്ട് വെച്ച് നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വെറുതെ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. വ്യർത്ഥ ഭാഷണമാണ്. അത് അവരുടെ അധര വ്യായാമമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അധര വ്യായാമം എന്ന ആവശ്യമില്ലാത്ത സംസാരമാണ്. ദാറ്റ് ഈസ് വ്യർത്ഥ ഭാഷണം. വ്യർത്ഥ ഭാഷണം. ചാക്കിട്ടുപിടുത്തം എന്ന ശൈലിയുടെ അർത്ഥം. ചാക്കിട്ടുപിടുത്തം എന്ന ശൈലിയുടെ അർത്ഥം അവൻ ഭയങ്കര ചാക്കിട്ട് പിടിച്ചതാണ്, അവളെ ചാക്കിട്ട് പിടിച്ചതാണെന്ന് പറയുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്വാധീനത്തിൽ വരുത്തുക. സ്വന്തം സ്വാധീനത്തിൽ വരുത്തുന്നതിന് നമ്മൾ പറയും അവള് ചാക്കിട്ട് പിടിച്ചതാണെന്ന് പറയും. സോ ചാക്കിട്ട് പിടുത്തുക എന്ന് വെച്ചാൽ എന്താണ്? സ്വാധീനത്തിൽ വരുത്തുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ശരിയായ പദം ഏത്? തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭ്രഷ്ടാണ്. ഭ്രഷ്ടാണ് ശരിയായിട്ടുള്ള പദം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പര്യായ പദം അല്ലാത്തതേത്? അല്ലാത്തതേതെന്നാണ് ക്വസ്റ്റ്യൻ. പര്യായ പദം അല്ലാത്തത് ഏത്? ഏതൊക്കെയാണ്? താരം, ഉടു, ഋക്ഷം എല്ലാം എന്താണ്? നക്ഷത്രം എന്നുള്ള അർത്ഥത്തിലാണ്. സോ അതെല്ലാം പര്യായ പദങ്ങളാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആതങ്കമാണ്. ആതങ്കം. അപ്പൊ എന്താണ് ആതങ്കം? ആതങ്കം എന്നാൽ അസുഖം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ മനോവേദനയൊക്കെയാണ് ആതങ്കം എന്നതിന്റെ അർത്ഥം. അപ്പൊ താരം, ഉടു, ഋക്ഷം എന്നിവ എന്താണ്? നക്ഷത്രം എന്നാണ് അർത്ഥം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. തന്നിട്ടുള്ളതില് ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായിട്ടുള്ള പദം? നമുക്ക് നോക്കാം. ആധ്യാത്മികം എന്നുള്ളതിൻ്റെതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആധ്യാത്മികം എന്നാണ്. ആധ്യാത്മികം എന്നാണ്. ഓക്കെ. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തക്ക മറുപടിയാണ്. തക്ക
തക്ക മറുപടി. തെക്കോട്ടു പോകുക എന്ന ശൈലിയുടെ അർത്ഥം. തെക്കോട്ടു പോകുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ തെക്കോട്ടെടുക്കുക. അവനെ തെക്കോട്ടെടുത്തു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്, മരിക്കുകയാണ്. മരിക്കുകയാണ് തെക്കോട്ടു പോകുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ്, പരിഹാസ്യനാക്കുക, അവനെ കളിയാക്കുക എന്നുള്ള അർത്ഥമാണ് ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിക്കുള്ളത്. എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. എരിതീയിൽ, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നമ്മൾ എന്താണ് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചും കൂടി ആളിക്കത്തും അല്ലേ? അതായത് ഉള്ള ദുഃഖത്തിൽ കൂടി കുറച്ചും കൂടി ദുഃഖം ഉണ്ടാക്കുന്നതാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ക്ലേശം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ക്ലേശം വർദ്ധിപ്പിക്കുക. പമ്പരം ചുറ്റിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. പമ്പരം ചുറ്റിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ്? ഓപ്ഷൻ സി ആണ്, പരിഭ്രമിപ്പിച്ച് കഷ്ടപ്പെടുത്തുക. നമ്മൾ പറയും അവൻ എന്നെ പമ്പരം ചുറ്റിച്ചു എന്ന് പറയും. അപ്പൊ എന്താണത്? പരിഭ്രമിപ്പിച്ച് കഷ്ടപ്പെടുത്തുക എന്നാണ്. അടുത്തത്, രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? രാമേശ്വരത്തെ ക്ഷൗരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, പൂർത്തിയാകാത്ത കാര്യമാണ് രാമേശ്വരത്തെ ക്ഷൗരം. രാമേശ്വരത്തെ ക്ഷൗരം എന്താണ്? പൂർത്തിയാകാത്ത കാര്യമാണ്. നളിനി എന്ന വാക്കിനർത്ഥം. നളിനി എന്ന വാക്കിനർത്ഥം എന്ത്? നളിനി എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, താമര പൊയ്കയാണ് നളിനി. നളിനി ആരാണ്? താമര പൊയ്ക. ശരിയായ പദം ഏത്? സ്ഫുരിക്കുക. സ്ഫുരിക്കയുടെ ശരിയായ പദം ഏതാണ്? ഈ സ്ഫുരിക്കുകയാണ്, സ്ഫടികത്തിന്റെ ഭായാണ് വരുന്നത്. സ്ഫുരിക്കുക. ഓക്കെ, സ്ഫടികം ഓർമ്മിച്ചിരുന്നാൽ മതി, അപ്പൊ സ്ഫുരിക്കുക മറക്കത്തില്ല. ഗോപി തൊടുക എന്ന ശൈലിയുടെ അർത്ഥം. ഗോപി തൊടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഗോപി തൊടുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി ആണ്, വിപലമാകുക. ഇനി നീ അതങ്ങ് ഗോപി തൊട്ടാ മതി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയും, ഇനി അതങ്ങ് കുറിച്ചേണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ പിടിച്ചിട്ടൊരു സിമ്പിൾ കാണിക്കാറുണ്ട്. അത് തന്നെ ആ ശൈലി. ഗോപി തൊടുക എന്ന് വെച്ചാൽ എന്താണ്? വിപലമാകുക എന്നുള്ളത്. ഗോപി തൊടുക, വിപലമാകുക. A few pages of this book are wanting. A few pages of this book are wanting എന്ന് വെച്ചാൽ എന്താണ്? ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല. അതായത് ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ശരിയായ പദം ഏത്? പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് ശരിയായത്. സോ ഓപ്ഷൻ ഡി ആണ്, പ്രതിനിധീകരിക്കുക. പ്രതിനിധീകരിക്കുക. അടുത്തത്, ലെറ്റ് മീ ഗോ ടു ഡിന്നർ എന്നതിന്റെ പരിഭാഷ. ലെറ്റ് മീ ഗോ ടു ഡിന്നർ എന്നതിന്റെ പരിഭാഷ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക. ലെറ്റ് മീ ഗോ ടു ഡിന്നർ, എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക. കുന്തം എന്നാൽ എന്താണ്? കുന്തം എന്ന് പറയുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുക? കുന്തം എന്നാൽ എന്താണ്? ആൻസർ 73. ആൻസർ ഓപ്ഷൻ എ ആണ്. കുന്തം എന്നാൽ മുല്ലയാണ്. കുന്തം എന്നാൽ എന്താണ്? മുല്ലയാണ്. ഹിസ് മാരേജസ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? മിക്കുള്ള ആൾക്കാരുടെ മാരേജ് ആണ് അവരവരുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് പറയും? അവന്റെ വിവാഹം അവന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. സോ ഹിസ് മാരേജ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ്. അവന്റെ വിവാഹം അവന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. പാദം മുതൽ ശിരസ് വരെ എന്നതിന് തുല്യമായത്. പാദം മുതൽ ശിരസ് വരെ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആപാദചൂഡം. ആപാദചൂഡം. ഭൂചക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? തമ്പ്രാക്കൾ, വാദ്യാർ, പണിക്കർ, അധ്യാപകർ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അധ്യാപകർ എന്നാൽ എന്താണ്? ബഹുവചന രൂപത്തിലുള്ളതാണ്, പൂജക ബഹുവചനമല്ല. ഡെമോക്രസി ഇസ് ദ വാച്ച് ആൻഡ് വാർഡ് ഓഫ് ഫ്രീഡം എന്നതിന്റെ പരിഭാഷ എന്ത്? ഡെമോക്രസി ഇസ് ദ വാച്ച് ആൻഡ് വാർഡ് ഓഫ് ഫ്രീഡം എന്നതിന്റെ പരിഭാഷ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്വാതന്ത്ര്യത്തിന്റെ കാവൽ ഭടനാണ് ജനാധിപത്യം. സ്വാതന്ത്ര്യത്തിന്റെ കാവൽ ഭടനാണ്
ജനാധിപത്യം. ശരിയല്ലാത്ത പ്രയോഗം ഏത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം. അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം. അപ്പൊ തന്നിരിക്കുമ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അതുകൊണ്ടാണ് പിന്നെ കാരണം ഒന്നും കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മൾ സെന്റൻസിൽ ഉപയോഗിച്ചാൽ മതി. അപ്പൊ തെറ്റായ പ്രയോഗം ഓപ്ഷൻ ഡി ആണ്. അറ്റൻഡ് ദ ഇന്റർവ്യൂ വിത്തൗട്ട് ഫെയിൽ എന്നതിന്റെ പരിഭാഷ. അറ്റൻഡ് ദ ഇന്റർവ്യൂ വിത്തൗട്ട് ഫെയിൽ എന്നതിന്റെ പരിഭാഷ എന്തായിരിക്കും? നിർബന്ധമായും ഇന്റർവ്യൂവിന് ഹാജരാകണം. ഓക്കെ, നിർബന്ധമായും ഇന്റർവ്യൂവിന് ഹാജരാകണം. ഐ വെന്റ് ടു സീ ഹിം ഓഫ് അറ്റ് ദ എയർപോർട്ട്. ഐ വെന്റ് ടു സീ ഹിം ഓഫ് അറ്റ് ദ എയർപോർട്ട് എന്നതിന് യോജിക്കുന്ന വിവർത്തനം എന്ത്? നമുക്ക് നോക്കാം. എന്താണ്? അവനെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ പോയി. അപ്പോ ഓപ്ഷൻ ബി ആണ്. അവനെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ പോയി. അവനെ അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മഞ്ചീരം എന്ന വാക്കിനർത്ഥം. മഞ്ചീരം എന്താണ്? മഞ്ചീരം ആൻസർ ഓപ്ഷൻ എ ആണ്. കാൽ ചിലമ്പാണ് മഞ്ചീരം. മഞ്ചീരം എന്താണ്? കാൽ ചിലമ്പ്. ടു സെറ്റ് ഫ്രീ എന്നതിന്റെ പരിഭാഷ. ടു സെറ്റ് ഫ്രീ എന്നതിന്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ എ സ്വതന്ത്രമാക്കുക. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. ടു സെറ്റ് ഫ്രീ എന്താണ്? സ്വതന്ത്രമാക്കുക. ഹോക്കി ഈസ് ദ നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ എന്നതിന്റെ പരിഭാഷ. ഹോക്കി ഈസ് ദ നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ശൈലി ഏതാണ്? അമ്പരചുംബിയായ വെച്ചിട്ടാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ശൈലി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അമ്പരചുംബിയായ കൊടുമുടിയാണ്. അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശമാണ്. അപ്പൊ അമ്പരചുംബിയായ കൊടുമുടിയൊക്കെയാണ് എന്താണ്? ആകാശത്തിനെ ചുംബിച്ചു പോലെ നിൽക്കുന്നത്. സോ അമ്പരചുംബിയായ കൊടുമുടിയാണ് ശരിയായ ശൈലി. ഭർത്താവിന്റെ പര്യായമല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഭർത്താവിന്റെ പര്യായമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. തനയനാണ്. തനയൻ. തനയൻ എന്നാൽ പുത്രൻ എന്നാണ് അർത്ഥം. പുത്രൻ. അപ്പൊ കണവൻ, വല്ലഭൻ, കാന്തൻ എന്നൊക്കെയുള്ളത് ഭർത്താവിന്റെ പര്യായ പദമാണ്. തനയൻ എന്നാൽ പുത്രൻ എന്നാണ് അർത്ഥം. എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്നതിന് സമാനമായ പഴഞ്ചൊല്ലേത്? എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ? ഉരുളുന്ന കല്ലില് എന്ത് ചെയ്യും? പായൽ പുരളുമോ എന്നുള്ളതാണ് എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്നതിന്റെ മീനിങ്. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഓക്കെ, ഇതിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ലാണിത്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ എന്നുള്ളത്. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്നതിന്റെ പരിഭാഷ ഏത്? നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്നതിന്റെ പരിഭാഷ ഏതാണ്? ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഇന്നത്തെക്കാൾ വിലപ്പെട്ടതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇൻഡിജീനിയസ് മെഡിസിൻ എന്നത് ഏത് തരം ചികിത്സയുടേതാണ്? ഇൻഡിജീനിയസ് മെഡിസിൻ എന്നത് ഏതാണ്? ഇൻഡിജീനിയസ് എന്ന് പറയുമ്പോൾ തദ്ദേശീയമായി ഉണ്ടാക്കിയതാണ്. അപ്പൊ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. നാട്ടു ചികിത്സയാണ് ഇൻഡിജീനിയസ് മെഡിസിൻ എന്നത്. നാട്ടു ചികിത്സാ രീതിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പറഞ്ഞയച്ചവൻ എന്നർത്ഥം വരുന്ന വാക്ക്. പറഞ്ഞയച്ചവൻ എന്നർത്ഥം വരുന്ന വാക്ക് ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രേഷകനാണ്. പറഞ്ഞു വിട്ടവനെ നമ്മൾ എന്ത് പറയും? പറഞ്ഞയച്ചവനെ പ്രേഷകൻ എന്ന് വിളിക്കും. ഹിസ്റ്ററി ഈസ് ദ എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ്. എന്താണ്? ഹിസ്റ്ററി ഈസ് ദ എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ് എന്നതിന്റെ പരിഭാഷ എന്താണ്? നോക്കാം.
ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. ഹിസ്റ്ററി ഈസ് ദ എന്യൂമറബിൾ ബയോഗ്രഫീസ് എന്നതല്ല. എന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം, അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശം. എസെൻസ് എന്നാൽ സാരാംശം, സാരാംശമാണ് ചരിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.